കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ അടുത്തു വരികയാണ്. കാന്തപുരം ഉസ്താദിനെ വിമർശിച്ചവരും പരിഹസിച്ചവരും കാന്തപുരം ഉസ്താദിന്റെ കാൽക്കൽ വീണ് അനുമതി തേടി ആശീർവാദം വാങ്ങിച്ചു പോകുന്ന മഹാത്ഭുതം കാണുകയാണ്. അതാണ് പണ്ഡിതൻ, അതാണ് ലോകമറിയപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി. എല്ലാ മന്ത്രിമാരും നേതാക്കളും കാന്തപുരം ഉസ്താദിന്റെ അരികിൽ എത്തുകയാണ്. ഞങ്ങൾക്ക് കാന്തപുരത്തിന്റെ അനുമതി ആവശ്യമില്ല എന്ന് പറഞ്ഞവർ കാന്തപുരം ഉസ്താദിനോട് ഞങ്ങളെന്തിന് അനുമതി ചോദിക്കുന്നു, ഇത് സ്വർഗത്തിലേക്കുള്ളതോ നരകത്തിലേക്കുള്ളതോ ഇലക്ഷൻ അല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഇന്ന് കാന്തപുരം ഉസ്താദിന്റെ കാൽക്കൽ വീഴുകയാണ്. അതാണ് മക്കളെ യഥാർത്ഥ പണ്ഡിതൻ. അവരെന്തിനു വേണ്ടി ജീവിച്ചു? അവരുടെ ഈ ആയുഷ്കാലം മുഴുവൻ ദീനിന് വേണ്ടി ജീവിച്ചപ്പോൾ അല്ലാഹു തആല അവരെ കയ്യിൽ ഈ ലോകത്തിന്റെ അഭിവൃദ്ധി നൽകി. അവർക്ക് എല്ലാം അല്ലാഹു നൽകി. അവരെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും സമുദായത്തിൽ ഒറ്റപ്പെടുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും കാന്തപുരം ഉസ്താദിനെ അവിടുത്തെ മഹത്വത്തെ മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കൂ ജനങ്ങളെ എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാറുള്ളത്. കാന്തപുരം ഉസ്താദിന്റെ ഉയർച്ചയിലും വളർച്ചയിലും അസൂയ കൊണ്ടിട്ടൊരു കാര്യവുമില്ല. ഏതൊരു കാര്യം നേടണമെങ്കിൽ ദുനിയാവിലാകട്ടെ ഈ ഭൗതികമായ ലോകത്ത് ഏതൊരു കാര്യം നേടണമെങ്കിലും അവരുടെ കാൽക്കൽ വീണേ മതിയാകൂ. അത് ഇവിടെ സംഭവങ്ങൾ സാക്ഷിയായിരിക്കുകയാണ്. അതുകൊണ്ട് മഹാപണ്ഡിതരായ കാന്തപുരം ഉസ്താദിനെ പരിഹസിക്കുക, അതുപോലെ തന്നെ വിമർശിക്കുക എന്ന ഒരു പദ്ധതിയിൽ നിന്ന് മാറിയാൽ മാത്രമേ വിജയമുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ഷന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഉസ്താദിന്റെ മർക്കസിൽ പോയിക്കൊണ്ട് ഉസ്താദിന്റെ റൂമിലിതാ ക്യൂയിലാണ് മന്ത്രിമാരും നേതാക്കളും. അങ്ങനെ ഒരു പണ്ഡിതനെ കാണിക്കാൻ സാധ്യമാണോ? അതാണ് കാന്തപുരം ഉസ്താദ്. മനസ്സിലായിക്കോ. ഇനി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ ഉസ്താദിന്റെ ആ ഒരു പൊരുത്തത്തിനാണ് മഹത്വമുള്ളത് മക്കളെ. എന്ത് അസൂയപ്പെട്ടിട്ടും എന്ത് ഉസ്താദിനെ പരിഹസിച്ചിട്ടും അവസാനം പരിഹസിക്കുന്നവരെ നിലവിളിക്കുക എന്നല്ലാതെ ഉസ്താദിന്റെ മഹത്വം ഇങ്ങനെ ഉയർന്നുകൊണ്ട് അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടു പോവുകയാണ്. ഉസ്താദിന്റെ മഹത്വം ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പോവുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഉയർത്താൻ ശ്രമിച്ചാൽ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അവരെ താഴ്ത്താൻ, അവരെ സ്ഥാനമില്ലാതെയാക്കാൻ ആർക്കും സാധ്യമല്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഖുർആനിലെ ആയത്തുകൾ നമുക്ക് പഠിപ്പിക്കുന്നതാണ്. അല്ലാഹു തആല ഒരാളെ ഇസ്സത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അയാളെ ആർക്കും ദില്ലത്തിലാക്കാൻ സാധ്യമല്ല എന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും കണ്ണു തുറക്കൂ, ഇനിയെങ്കിലും അസൂയ നിന്ന് മാറി നല്ല മനസ്സോടെ ജീവിക്കാൻ ശ്രമിക്കൂ മക്കളെ എന്നാണ് പറയാനുള്ളത്. അസൂയപ്പെട്ടവർ നശിക്കുകയല്ലാതെ അവരുടെ മനസ്സിങ്ങനെ ചീഞ്ഞളിഞ്ഞു പോവുകയെന്നല്ലാതെ ഉസ്താദിനോ അതുപോലെയുള്ള മഹാന്മാർക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉസ്താദിനെ മുറുകെ പിടിച്ചോ, രക്ഷപ്പെട്ടോ എന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.